പിണറായിയുടെ പ്രതിച്ഛായ എന്താ? പിണറായി എല്ലാ കാലത്തും ഇങ്ങനല്ലേ? നിങ്ങൾ വരച്ച ഒരു കളിയിൽ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ഒരു കോപ്പി ബുക്ക് പൊളിറ്റീഷ്യൻ അല്ല. നിങ്ങൾ കണ്ട ഒരു മോഡലുള്ള പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം തുടങ്ങിയത് തന്നെ എങ്ങനെ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ. അദ്ദേഹം കണ്ണൂർ വളരെ എന്താ പറയാ, പിന്നെ കണ്ണൂർ അക്കമ്മ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ട്, പാർട്ടി പ്രവർത്തകരെ സംരക്ഷണം കൊടുത്തുകൊണ്ടും തിരിച്ചടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. പിന്നെ അടിയും തിരിച്ചടി അതിന്റെ ഭാഗമാണ്. ഒരുപാട് കേസുകളും വന്നിട്ടുണ്ട്. സെക്രട്ടറി ആയപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളെ പത്രക്കാരൊക്കെ ഓടിച്ചിട്ട് അങ്ങനെ ശകാരിക്കുകയായിരുന്നില്ലേ? പിന്നെ അതുപോലെ തന്നെ പാർട്ടി സമ്മേളനത്തിന് പാർട്ടി പ്രവർത്തകർ ഡാൻസ് കളിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് പ്രതികരിച്ചത്? മുഖ്യമന്ത്രി ആയ സമയത്ത് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളൊക്കെ കടക്ക് പുറത്ത് നിന്നില്ലേ? പിണറായി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ ഒരു മാറ്റവും ഇല്ല. ആ സ്റ്റൈലിൽ ജനങ്ങൾ അംഗീകരിച്ചു. 2016 2019 കാണുന്നത് പിണറായിയുടെ ആ സ്റ്റൈല് ഒരു പ്രതിസന്ധി വരുമ്പോൾ സമൂഹത്തിന്, സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ഒന്നും കൂടി ഇറക്കിട്ട് ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ സ്റ്റൈല് മാറ്റണമെങ്കിൽ അത് പരാജയപ്പെടണം. സോഫ ജനങ്ങളെ ഏറ്റെടുത്ത് ഒരു ഇലക്ഷൻ അദ്ദേഹം തോറ്റിട്ടില്ല. എല്ലാ ഇലക്ഷനും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ജയിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ ഒരു ഏകമുദ്ര കണ്ടുമടുത്തെങ്കിൽ ഒരു ത്രിമുദ്ര വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ ത്രിമുദ്ര കാണിച്ചാൽ പോരെ. അപ്പൊ ഇങ്ങനെയാണ് പിണറായി വിജയൻ. അതുകൂടെ ശക്തമായി അദ്ദേഹം കാണിക്കുന്നു. അത് സോഫ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്നുകൂടി ശക്തിപ്പെടുത്തിയൊരു യാത്രയായത്. നമ്മൾ കേരളത്തിൽ കണ്ട ജനാധിപത്യത്തെ എന്താ നമ്മൾ കാണുന്നത്? നിങ്ങൾ വലിയ ജനാധിപത്യം പറയുന്ന ആളുകൾ മൊത്തം നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് എന്താണ് കാണിച്ചിട്ടുള്ളത്? അത്രയേ ഉള്ളൂ അതിന്റെ ചോദ്യം. അപ്പോൾ അവരെ ഒന്നും ജനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതൊക്കെ കാണിച്ച ആളുകളെ ജനങ്ങൾ നല്ല വോട്ടും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന സത്യത്തിൽ അമേരിക്കയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ലണ്ടനിൽ നടക്കുന്നു. അത്രയും നമ്മളെ ജനാധിപത്യത്തിൽ എത്തിയില്ല. നമ്മളെ ജനാധിപത്യത്തിൽ അടിയും ഇടിയും അതുപോലെ തന്നെ എന്താണ് പറയുക, ഭയപ്പെടുത്തലും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതില്ല എന്ന് പറയുന്ന കാപട്യാണ്. ഞാൻ ആ കാപട്യത്തെ എടുക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ഇന്നലെ നടന്നൊരു കാര്യമാണ്. പിന്നെ ഈ എതിർക്കുന്ന കുറ്റം പറയുന്ന ആളുകളാരാ? ഈ LDF വോട്ട് ചെയ്യാത്ത ആളുകൾ, പിണറായി വിജയന് ഇഷ്ടമല്ലാത്ത ആളുകൾ. അവർ ഇന്നലെ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ വാക്കുകളിൽ പിണറായി വിജയന് വോട്ട് ചെയ്യുന്ന 10% ആളുകളെ സ്വാധീനിക്കാൻ പറ്റിയ പ്രശ്നമാണ്. അതിന് നമുക്കറിയില്ല. ഒരു ഇലക്ഷൻ നടന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ട CPM അത്യന്തം CPM ഒന്നും മൈൽഡ് ആയതാ. അപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആകെ വെറുതെ പറയുന്ന അത്. ഇതിന് വലിയ പൈസയും ചിലവായില്ലല്ലോ. ഇത് അധികം നാട്ടുകാരെ ഇന്ന് പിരിച്ചെടുത്താൽ ആരും സ്പോൺസർ. ഇപ്പം കോഴിക്കോട് ഞാൻ പോയ സമയത്ത് പുതിയ സ്റ്റാൻഡിന്റെ മുന്നിൽ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് ഈ അഡ്വർടൈസ്മെന്റ് കമ്പനികളുടെ അസോസിയേഷൻ വെച്ചത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ചെലവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കില്ല. ഇവർ ദൂത്ത് നടത്തുകയാണ് എന്നുള്ള UDFന്റെയും മാധ്യമങ്ങളുടെയും ഒരു പ്രചാരണത്തിന് അത് ഫലം നൽകില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ചോദിക്കും. ഇപ്പൊ നടത്തേണ്ടിയിരുന്നോ എന്ന് ചോദ്യം സാധാരണക്കാരുടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ CPMന് BJPക്ക് ഒന്നും അങ്ങനെ കൈവിട്ടു പോയില്ല. അവർ കൃത്യമായി പ്ലാൻ ചെയ്യും. കൈവിട്ടു പോകുന്നതാണെങ്കിൽ കണ്ണൂർ ആ അടീൻ്റെ സമയത്ത് തന്നെ ഇടപെട്ട നിർത്തേണ്ടതാണ്. ഈ അടി ഇനി കൊല്ലം വരെ നിൽക്കുകയും കൊല്ലത്താണ് തിരിച്ചടി തുടങ്ങിയത്. ഇവിടെ എത്തുമ്പോൾ തിരിച്ചടി ഒരു പക്ഷേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആഗ്രഹിച്ചാൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന് എക്സ്പോസ്ഡ് ആക്കാനും പറ്റും. ഇന്നലെ സത്യത്തിൽ നിഷ്പക്ഷരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എക്സ്പോസ്ഡ് ആവുകയായിരുന്നു. കോൺഗ്രസ് മറ്റൊരു വഴിയില്ല, അവർ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. പക്ഷെ അവർ എക്സ്പോസ്ഡ് കൂടിയായി. ഇതൊരു ചാണക്യ ബുദ്ധിയാണ് പിണറായി വിജയന്റെ. പിന്നെ ഇത് പരാജയമാണെന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഇതിന്റെ വിജയം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ജനങ്ങളിൽ നിന്ന് മേടിച്ച പരാതിയുണ്ട്. ആദ്യം ജനങ്ങൾ കണ്ടത് പരാതി കൊടുക്കാനുള്ള എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാനുള്ള വഴിയെന്ന് രീതിയാണ്. ബാക്കി കേന്ദ്രത്തിന്റെ പോളിസികൾക്കെതിരെയോ അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെയൊക്കെയുള്ള പിന്നെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ പറയുമെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചോ അതൊന്നും നല്ലതാണ്. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനം അവരുടെ പരാതികളും മറ്റുമൊക്കെയാണ്. ഉമ്മൻചാണ്ടി സാർ കൈകാര്യം ചെയ്ത പോലെ ഉമ്മൻചാണ്ടി സാറിന് പോലും 100% പരാതികളൊന്നും എഫക്റ്റീവായി ചെയ്യാൻ പറ്റില്ല. എങ്കിലും വലിയ പരിധി വരെ പറ്റിയത്. ഈ പരാതികൾ എഫക്റ്റീവായിട്ട് ഒരു 6 മാസത്തിനിടയ്ക്ക് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ യാത്ര വലിയൊരു വിജയമായിരിക്കും.